ശ്രീ ജെയിംസ്, ഒരു മകൾ എവിടെയെന്നറിയാത്ത പിതാവിൻ്റെ ദുഃഖം എത്രത്തോളം വലുതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോൾ കോടതി പോലും എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ വീണ്ടും അന്വേഷണം നടത്തണമെന്ന തീരുമാനത്തിലേക്ക് വന്നത്. താങ്കൾക്ക് ഉറച്ച പ്രതീക്ഷയുണ്ടോ കോടതി പ്രഖ്യാപിച്ച ഈ തുടരന്വേഷണം സത്യത്തിലേക്ക് എത്തുമെന്ന്? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. താങ്കൾ നൽകിയ കൂടുതൽ തെളിവുകളുമൊക്കെ ഈ അന്വേഷണത്തിന് എത്രത്തോളം സഹായകരമാകുമെന്നാണ്? ഇതുവരെ നടന്ന അന്വേഷണങ്ങളിലെ പാളിച്ചകൾ എന്താ? ശ്രീ ജെയിംസ്, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാൻ പറ്റുമോ? ഹലോ, ഒന്ന് പറഞ്ഞോ. അല്ല, താങ്കൾ നൽകിയ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ ഇതുവരെ നടന്ന അന്വേഷണങ്ങളിലെ പാളിച്ചകൾ എന്താണ്? ഈ തെളിവുകൾ അടുത്ത അന്വേഷണത്തിനെ എത്രത്തോളം സ്വാധീനിക്കും, കൂടുതൽ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഗുണകരമാകും. ഞാൻ ചെറിയ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് എല്ലാ കാര്യങ്ങളും ഞാൻ സഹകരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണക്കാരോട് പരിപൂർണമായി സഹകരിച്ച് അവരുടെ കൂടെ തന്നെ നിന്ന് ബാക്കി കാര്യങ്ങൾക്ക് സൂചന കൊടുത്ത് വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന നല്ല വിശ്വാസമുണ്ട് എനിക്ക്. ഇപ്പോൾ CBI തന്നെ ഇത് കേസ് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. നേരത്തെ കേരള പോലീസിന് അന്വേഷണങ്ങൾ ഇങ്ങനെ എത്രയോ വർഷങ്ങൾ അന്വേഷണം നടന്നു. ഇതിലൊന്നും ഒരു കൃത്യമായൊരു ഫലത്തിലേക്ക് അല്ലെങ്കിൽ എവിടെയാണ് ജസ്ന എന്നൊരു സൂചന പോലും കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ പുതിയ തെളിവുകൾ അത് എത്രത്തോളം ഇനിയുള്ള അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? പ്രത്യേകിച്ചും ഇതുവരെയുള്ള അന്വേഷണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ, ഇപ്പോഴും ഒരു എത്തും പിടുത്തുമില്ലാതെ അവ്യക്തതയിൽ നിൽക്കുകയാണ്. അത് വേഗത്തിൽ അതിനൊരു കൃത്യത കൈവരുമെന്ന് കരുതാമോ? തീർച്ചയായിട്ടും കരുതാം. എന്തൊക്കെയാണ് താങ്കൾ കൃത്യമായി കോടതിയിൽ പറയാൻ കഴിയുന്ന തെളിവുകൾ? നമുക്കതാ ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്നുകൊണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ബാക്കി ചില സൂചനകൾ, സംശയത്തിന്റെ ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. താങ്കൾക്ക് വെളിപ്പെടുത്താൻ കഴിയുന്ന സംശയങ്ങൾ പറയാം. പക്ഷെ അതിപ്പം ബാക്കിയുണ്ട്, അന്വേഷിച്ച് അവര് കണ്ടുപിടിക്കട്ടെ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ പല ഘട്ടങ്ങളായി അന്വേഷണങ്ങൾ നടന്നു. കേരള പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ അതിലൊന്നും കൃത്യമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ വന്നതുമില്ല. എന്ത് പാളിച്ചയാണ് ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ നടന്നതെന്നാണ്? അത് എന്തെങ്കിലും രീതിയിൽ ഇത് ഈ സത്യത്തിലേക്ക് എത്താനുള്ള ഒരു വിലങ്ങുതടിയായി മാറിയത് എന്തായിരിക്കും? അന്വേഷണം വഴിതെറ്റിക്കുന്ന ഒരു വർക്ക് ഉണ്ടായിട്ടുണ്ട് പുറത്ത്. അന്വേഷണം നേർവഴിക്ക് പോകുമ്പോൾ അത് വഴിതെറ്റിച്ചു വിടാൻ വേണ്ടി നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഉണ്ടെന്ന് പറയുമ്പോൾ അടുത്ത പിറ്റേ ദിവസം പറയുന്നു തമിഴ്നാട്ടിൽ ഇങ്ങനെ കണ്ടു. അങ്ങനെ അന്വേഷണം വഴിതെറ്റിക്കും. ഇപ്പോൾ തന്നെയും ഞങ്ങളുടെ വീടുകളിലേക്ക് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഊമക്കത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോവല്ലേ. അല്ല, ആ ശ്രമം, ഈ വഴിതെറ്റിക്കാനുള്ള ശ്രമം നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ സംശയിക്കുന്ന ആരുടെങ്കിലും ഭാഗത്തു നിന്നാണോ, അല്ലെങ്കിൽ ആയിരിക്കും. അല്ല, നിങ്ങളുടെ കുടുംബവുമായി നേരിട്ട് ബന്ധമോ അല്ലെങ്കിൽ അല്ലാതെ പരിചയക്കാരോ അല്ല ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ആണോ? ഉദ്യോഗസ്ഥന്മാരും ചിലരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ സൂചനകളെ കൊടുത്ത് അപ്പോൾ തന്നെ 10 മിനിറ്റുള്ളിൽ തന്നെ TV-യിൽ വാർത്തയായിട്ട് വരുന്ന പറഞ്ഞാൽ അവർ വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണല്ലോ. അതെ. അപ്പൊ ഇനിയെങ്കിലും സത്യം പുറത്തു വരുമെന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ശരി. വളരെ നന്ദി ശ്രീ ജെയിംസ് പ്രതികരണം അറിയിച്ചതിന്. ജസ്നയുടെ പിതാവാണ് നമ്മളോട് പറഞ്ഞത്.